So dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് ഈ തിയറംസും പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസും യൂസ് ചെയ്ത് വി വിൽ ഡു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്രോബ്ലംസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സ് എക്സ് ആക്സിസും ഉണ്ട്, വൈ വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. സോ എക്സ് ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും നമുക്കറിയാം, വൈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും നമ്മൾ അറിയാം. ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആണെങ്കിൽ ഓക്കെ, ഈ എക്സിനും വൈക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു തേർഡ് ആക്സിസ്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സ് ആക്സിസ് ഇങ്ങനെ, വൈ ആക്സിസ് ഇങ്ങനെ, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഇസഡ് ആക്സിസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇസഡ് ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ഇസഡ് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും. ഓക്കെ, സോ അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. സോ ഇഫ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആർ ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എൻ ഏരിയ എബൌട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് എക്സ് എക്സ് ആൻഡ് വൈ വൈ. ഓക്കെ, അപ്പോൾ എക്സ് എക്സ് ആക്സിസും അതുപോലെ വൈ വൈ ആക്സിസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യസ് ആണ് ഐ എക്സ് എക്സും ഐ വൈ വൈയും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഏരിയ എബൌട്ട് ഇസഡ് ആക്സിസ്. സോ ഇസഡ് ആക്സിസ് എന്ന് വെച്ചാൽ എന്താ, ദറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു, ഓക്കെ, ഇതിനും എക്സ് എക്സിനും പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ തന്നെ വൈ വൈ ആക്സിസിനും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതായത് ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, ദ സം ഓഫ് ദി അതർ ടു perpendicular sides, perpendicular axis. Okay, so if I x x and I y y are the moment of inertia of an area about mutually perpendicular axis x x and y y in the plane of area, then moment of inertia of the area about z axis which is perpendicular to x x and y y axis and passing through the point of intersection p x x. Okay, z axis എന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ പോയിന്റിൽ കൂടെ തന്നെയാണ് ഇസഡും പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ വൈ ആക്സിസ്. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും ഐ ഇസഡ്. ഓക്കെ, സോ ദിസ് ഇസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ നെക്സ്റ്റ് ഇസ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു പ്ലാനർ സർഫസ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഏരിയയാണ് എ. ഇനി ഈ ഒരു ജോമെട്രിയുടെ സെൻട്രോയിഡാണ് ജി എങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എന്തായിരിക്കും, സെൻട്രോയിഡൽ ആക്സിസ്. ദ ആക്സിസ് വിച്ച് പാസസ് ത്രൂ ദ സെൻട്രോയിഡ് ഈസ് നോൺ ആസ് സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിസിന് എബൌട്ടായിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോ ജോമെട്രിക്കും എങ്ങനെയാണ് ആക്സിസിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ ഇന്നലെ കുറേ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന വീഡിയോ ലെക്ചറിലുണ്ട്. ഓരോന്നിൻ്റെയും ഓരോ ജോമെട്രീസിൻ്റെയും ഫോർമുല, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല. സോ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയുള്ള ഫോർമുലയാണ് ഉള്ളത്. നമുക്കിനി എന്താ വേണ്ടത്, വി ഷുഡ് ഗെറ്റ് ദി വാല്യൂ ഒരു ഡിഫറെൻ്റ്, ഒരു കുറച്ച് മാറി, അതായത് ഇതിന് പാരലലായിട്ട് തന്നെയുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് പാരലൽ ആക്സിസ് തിയറം നമുക്ക് തരുന്നത്. സോ പാരലൽ ആക്സിസ് തിയറത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസിന്, അതായത് ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലലായിട്ടുള്ള വരുന്ന ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും, നമ്മൾ ഈ എ ബി ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ, ഓക്കെ, സോ ഇതിനൊരു റിലേഷൻ ഉണ്ട്. ഈ എ ബി ആക്സിസ് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റിലേഷനുണ്ട്. ദാറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി. ഓക്കെ, സോ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഇസ് ഐ ജി. അങ്ങനെയാണെങ്കിൽ ദിസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ് എ ബി. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി ഈസ് ഐ എ ബി. ഈ ഐ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഐ ജി. ഓക്കെ, ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. ഓക്കെ, ഐ ജി പ്ലസ് എ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ, കംപ്ലീറ്റ് ഏരിയ, ഇൻറ്റു എച്ച് സ്ക്വയർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഐ ബി എന്താണ്, ഇസ് ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറം.
ആൻഡ് അതിൻ്റെ സോ പാരലൽ ആക്സിസ് തിയറം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ തിയറം വിച്ച് ഇസ് യൂസ് ടു ട്രാൻസ്ഫർ ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫ്രം വൺ ആക്സിസ് ടു അനദർ ആക്സിസ് അല്ലേ. സോ ഇവിടെ നമുക്ക് ഒരു ആക്സിസ് ഉണ്ട്, ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാവുള്ളൂ. നമുക്ക് വേറൊരു ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണിത് ട്രാൻസ്ഫർ ചെയ്യാം, അതിന് ഈ ഇക്വേഷനിലേക്ക് അതിൻ്റെ കൂടെ ഓക്കെ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ AH² എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ അങ്ങനെ ഒരു ട്രാൻസ്ഫർ തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. സോ 2 ആക്സിസ് ഷുഡ് ബി പാരലൽ. ഇപ്പോൾ കണ്ടീഷൻ എന്താണ്, 2 ആക്സിസും പാരലൽ ആയിരിക്കണം. ഇപ്പോൾ ഇങ്ങനെയൊരു പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദ ആക്സിസ് മസ്റ്റ് ബി പാരലൽ. ഓക്കെ, so the 2 axes should be parallel to each other and one of the axis must be a centroidal axis. Okay, and one of the axis എന്തായിരിക്കണം, centroidal axis ആയിരിക്കണം. It states that അപ്പോൾ എന്താ തിയറം പറയുന്നത്, if IG is the moment of inertia of a plane lamina of area A. Okay, if IG is the moment of inertia about its centroidal axis in the plane of lamina, then moment of inertia about any axis AB which is parallel to the centroidal axis. So moment of inertia about axis AB, ഈ AB axis എന്താണ്, parallel to the centroidal axis ആണ്. Okay, and is at a distance h. ഇപ്പോൾ centroidal axisഉം ആ AB axisഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ that is h. Then IAB is equal to IG plus A into h². ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. നമുക്ക് ഒരു സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട്, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ ഓക്കെ അതിന് പാരലായിട്ട് വേറൊരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഏരിയ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് പ്ലസ് ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിൻ ഇൻ ടു ഡിസ്റ്റൻസ് of the axis from the centroidal axis. Okay, centroidal axis in ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം, ദറ്റ് ഈസ് കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ആംഗിൾ സെക്ഷൻ ഹാവിങ് ദി ഡയമെൻഷൻസ് ആസ് ഷോൺ എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആംഗിൾ സെക്ഷൻ തന്നിട്ടുണ്ട്, എൽ സെക്ഷൻ, ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻസ് ആർ ഓൾസോ ഗിവൺ. അപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ തരാൻ നേരത്ത് ശ്രദ്ധിക്കണം ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, സോ ഇവിടെ എക്സ് ആൻഡ് വൈ ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സും വൈ ആക്സിസും തന്നിട്ടുണ്ട്. സോ എക്സ് ആൻഡ് വൈ ആക്സിസിന് അബൌട്ടായിട്ട്, അതായത് IXX ആൻഡ് IY ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില സമയത്ത് ക്വസ്റ്റ്യന് സെൻട്രോയിഡൽ ആക്സിസ് എന്നും പറയും. ഓക്കെ, സോ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയി, അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 10 and 10 ആണ് ലെങ്ത്ത്, ആൻഡ് 2 ആണ് ഇതിൻ്റെ ഈ ഓക്കെ വിഡ്ത്ത്. സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇതിനെ 2 ഏരിയാസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കോമ്പോസിറ്റ് ഫിഗറിനെ നമുക്ക് 2 റെക്റ്റാങ്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ദറ്റ് ഈസ് ഏരിയ 1 ആൻഡ് ഏരിയ 2. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. സോ ഓരോ ഇൻഡിവിജ്വൽ ഏരിയാസിൻ്റെയും സെൻട്രോയിഡ്സ് G1 and G2 ലൊക്കേറ്റ് ചെയ്യുക. സോ G1 and G2 ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് X1, Y1, X2, Y2 എന്ന വാല്യൂസ് കിട്ടും, റൈറ്റ്? അതായത് ഈ ആക്സിസിന് അബൌട്ടായിട്ടാണ്. സോ X1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ആൻഡ് Y1 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, റൈറ്റ്? അഗെയിൻ X1 എന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആൻഡ് Y1 എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ അതായിരിക്കും Y2. സോ X2 Y2 കിട്ടും, അതുപോലെ X1 Y1 കിട്ടും. അഗെയിൻ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ ആക്സിസ് മാർക്ക് ചെയ്തു. അഗെയിൻ നമുക്ക് ഈ ഒരു ആക്സിസ് Y ആൻഡ് X ആക്സിസ് അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലാസ് ഉണ്ട്, ഓക്കെ റെക്റ്റാങ്കിൾ, സ്ക്വയർ, അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ഫോർമുലാസ് വേറെ ഒരു വീഡിയോ ലെക്ചേഴ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഫോർമുല അനുസരിച്ച് നമുക്ക് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഐയുടെ ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിലെ ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം, പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്, അതായത് സെൻട്രോയിഡിൽ കൂടെയുള്ള
ആണ് നമുക്ക് അറിയുന്നത്. പാരലൽ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്. സോ ഈ എക്സ് ആക്സിസിലെ വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദി ഏരിയാസ്. സോ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, A1 ആൻഡ് A2. ഓക്കെ, ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ഏരിയ. സോ ഏരിയ എന്ന് വെച്ചാൽ B ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, സോ ഇത് 10 ആണ് ആൻഡ് ദിസ് ഇസ് 2. ഓക്കെ, സോ B ഇൻറ്റു D ചെയ്യാൻ നേരത്ത് നമുക്ക് 20 എന്ന് കിട്ടും. സെക്കൻഡ് വൺ 8. സോ ഇവിടെ കംപ്ലീറ്റ്ലി 10 ആണ്. സോ ഈ 10 നിന്ന് നമ്മൾ ഈ ഏരിയ എടുക്കാൻ നേരത്ത് ഇവിടെ മുതലാണല്ലേ എടുക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ 10 മൈനസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. സോ 10 മൈനസ് 2 ചെയ്യുമ്പോൾ റിമൈനിങ് 8 എന്ന് കിട്ടും. ഓക്കെ, സോ റിമൈനിങ് ഡിസ്റ്റൻസ് 8 ആണ്. സോ 8 ഇൻറ്റു 2 ആയിരിക്കും ഈ ഒരു റെഡ് പോർഷൻ, അതായത് ഏരിയ, സെക്കൻഡ് ഏരിയയുടെ വാല്യൂ. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 8 ഇൻറ്റു 2, ദറ്റ് ഈസ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദി ഏരിയാസ്. സോ നമ്മളിവിടെ ഏരിയ A1 ആൻഡ് A2 കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. A1 20, A2 16. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ CG കാൽക്കുലേറ്റ്. CGയുടെ ഡിസ്റ്റൻസസ് X1 Y1 X2 Y2 ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? X1 എന്ന് പറഞ്ഞാൽ ഓക്കെ Y ഇന്ന് G1 വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് X1. സോ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? 10 ആണ് ടോട്ടൽ. സോ 10/2, ദറ്റ് ഈസ് 5 ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് X2 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് വരും അല്ലേ, അതായത് ഈ Y ആക്സിസിൽ നിന്ന് G2 വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2/2. സോ 2ൻ്റെ ഹാഫ് ആണ്, ദറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. അഗെയിൻ Y1ഉം Y2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. Y1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന് G1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y1. ഓക്കെ, Y1 എത്രയാണ് കിട്ടുന്നത്? 2ൻ്റെ ഹാഫ്, ദറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. ആൻഡ് Y2 എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നിന്ന് G2 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ അത് എത്ര കിട്ടും നമുക്ക്? ടോട്ടൽ 10 ആണല്ലേ, റൈറ്റ്? സോ ഈ ഡിസ്റ്റൻസ് 2 ആണെന്നറിയാം. ഈ G2 എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയുടെ ഹാഫാണ്. നിങ്ങൾ ഒരിക്കലും ഇത് 5 എന്ന് എടുക്കരുത്. ഓക്കെ, അതായത് 10ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞ് G2, അതായത് Y2 ഡിസ്റ്റൻസ് എടുക്കരുത്. ബിക്കോസ് ഈ ഏരിയ ഇത്രയാണ്, അതായത് ഈ ഏരിയയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ ഏരിയയുടെ ഹാഫ് പോർഷൻ, ഓക്കെ, ഹാഫ് ലെങ്ത് എത്രയാണ്? 4 വരും. സോ ഈ 4ൻ്റെ കൂടെ നമ്മൾ ഈ ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യണം. ദറ്റ് ഈസ് 4 + 2. ഓക്കെ, സോ ദറ്റ് ഈസ് 6. അപ്പോൾ 6 ആണ് Y2 ഡിസ്റ്റൻസ്. ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ടു G2. ഓക്കെ, അതെത്രയാണ്? Y2. ആൻഡ് Y2 ഈസ് ഈക്വൽ ടു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 2. 4 + 2, what is it? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ നമുക്ക് സെൻട്രോയിഡൽ ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ X1 X2 കിട്ടി, അതുപോലെ തന്നെ Y1 Y2 കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി തേർഡ് സ്റ്റെപ്പാണ് നമ്മളുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നമുക്കറിയാം സെൻട്രോയിഡിൽ കൂടെ ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ, നമ്മുടെ ഏരിയ റെക്റ്റാങ്കിൾ ആണ്. സോ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് ആണിത്. BD³/12 ആൻഡ് DB³/12. ക്ലിയർ? സോ എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളതും Y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള, അതായത് ഈ IXX എന്നും IYY എന്നും വെച്ചാൽ എന്താണ്? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന വാല്യൂസാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസാണ് IXX ആൻഡ് IYY. പക്ഷേ നമുക്ക് വേണ്ടത് എവിടെ കൂടെ പാസ് ചെയ്യുന്നതാണ്? എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നതും Y ആക്സിസിൽ കൂടെ പോകുന്നതും. ഓക്കെ, മൊമെൻറ്റ് എബൌട്ട് എക്സ് ആൻഡ് Y ആക്സിസ് ആണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ് ഓൾറെഡി ലേൺ, നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൽ പറഞ്ഞായിരുന്നു. സോ AB ഇങ്ങനെ ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു, ഓക്കെ, ഒരു സെൻട്രോയിഡൽ ആക്സിസ് തന്നിട്ടുണ്ട്, അതായത് സെൻട്രോയിഡൽ G1 എന്നോ G2 എന്നോ ഒരു ആക്സിസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ വാട്ട് വിൽ ബി ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? IG പ്ലസ് ഏരിയ ഓഫ് ഫസ്റ്റ്, ഓക്കെ, ഇതിൻ്റെ ഏരിയ ഓഫ് ദിസ് ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് h². സോ നമുക്ക് ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്?
സോ നമുക്ക് ഏത് ആക്സിസിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ആക്സിസ് എടുക്കുക. ഓക്കെ, സോ എത്ര ആക്സിസസ് ഉണ്ടെങ്കിലും അതായത് സെൻട്രോയിഡൽ ആക്സിസ് ഇപ്പോൾ G1 G2 ഇങ്ങനെ എത്ര ആക്സിസ് ഉണ്ടെങ്കിലും ഓക്കെ G3 ഇങ്ങനെ എത്ര ആക്സിസ് ഉണ്ടെങ്കിലും ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് ഇസ് വാട്ട് IG. ഓക്കെ, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IG1, ഇത് IG2, and if this is IG3, then how will we get IG1 plus A into area of this A1 into this distance, ഇത് H1 ആണ് എടുക്കുക. ഓക്കെ, പ്ലസ് IG2 into area of this second one into ഈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, H2 സ്ക്വയർ. അതുപോലെ ഇത്. ഓക്കെ, സോ എത്ര G1. സോ നമ്മൾ ആ പാരലൽ ആക്സിസ് തിയറത്തിൽ ഒരു ആക്സിസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത് അല്ലേ. സോ ഈ ആക്സിസ് G1 ആണെങ്കിൽ IG പ്ലസ് A ഇൻറ്റു H സ്ക്വയർ ആയിരിക്കും ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഈ ആക്സിസിന് ഇപ്പോൾ എത്ര സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടെങ്കിലും സോ എന്ത് ചെയ്യാം, ഇത് തന്നെ സം ചെയ്യുക. IG1 പ്ലസ് H1 സ്ക്വയർ IG2 പ്ലസ് A2 H2 സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെ സം എടുത്താൽ മതി. സോ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടെ എത്ര ആക്സിസാണ് ഉള്ളത്, ഈ എക്സ് ആക്സിസിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഹിയർ വി ഹാവ് ടു സെൻട്രോയിഡൽ ആക്സിസ് G1 ആൻഡ് G2. ദെർഫോർ IX വിൽ ബി വാട്ട് IG1 പ്ലസ് ഇതിൻ്റെ ഏരിയ ഓക്കെ A1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് ഈ G1ഉം ഈ XX ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതേപോലെ പ്ലസ് IG2 into area of the second A2 into E distance. Okay, so that is the distance between this centroidal axis and XX. സോ അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ IX ഇസ് ഈക്വൽ ടു ഓക്കെ അതിന് പാരലായിട്ടുള്ള IXന് പാരലായിട്ട് രണ്ട് ആക്സിസ് ആണുള്ളത് G1ഉം G2, റൈറ്റ്. സോ IG1 പ്ലസ് A1 Y1 സ്ക്വയർ പ്ലസ് IG2 പ്ലസ് A2 ഇൻറ്റു Y2 സ്ക്വയർ. ഓക്കെ, സോ IG1 എന്ന് പറയുമ്പോൾ സെൻട്രോയിഡൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ അത് നമുക്ക് ഡയറക്റ്റ് ഫോർമുലയുണ്ട് BD³/12. സോ B10 ആണ്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആണെങ്കിൽ B10 D2. സോ B ഇൻറ്റു D³ 2³ പ്ലസ് അപ്പോൾ IG1 കിട്ടില്ല. IG1 പ്ലസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ. സോ ദിസ് ഏരിയ ഈസ് വാട്ട് 20 ഇൻറ്റു ദ ഡിസ്റ്റൻസ്, ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1. ഓക്കെ, സോ 1 സ്ക്വയർ ചെയ്യുക. സോ അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ദാറ്റ് ഈസ് BD³/12 പ്ലസ് ഏരിയ ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് IG2. സോ IG2 ഇൻറ്റു ദ IG2 പ്ലസ് ഓക്കെ IG2 എത്ര വരും, ഇതാണ് DB³ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ ആക്സസ്. സോ D ഇൻറ്റു B³/12 പ്ലസ് A2, ഇതിൻ്റെ ഏരിയ A2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് G2ഉം Xും തമ്മിലുള്ള X ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് വാട്ട് 6. ഓക്കെ, സോ അതെങ്ങനെ വരും D ഇൻറ്റു B³/12 പ്ലസ് A2 ഇൻറ്റു 6 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് ദി വാല്യൂ ഫോർ IX. സിമിലർ ആയിട്ട് നമുക്ക് Y കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സോ IY എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദി Y ആക്സിസ്. സോ Y ആക്സിസിന് പാരലായിട്ട് എത്ര ആക്സിസ് ഉണ്ട്, G2 ഉണ്ട് G1 ഉണ്ട്, റൈറ്റ്. സോ G2 G1 ഇങ്ങനെ രണ്ട് ആക്സിസ് ഉണ്ട്. സോ ഇതിൽ നേരത്തെ പോലെ തന്നെ, അതായത് Y ആക്സിസിൻ്റെ ബോട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് G1 കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് IG1 പ്ലസ് ഏരിയ ഓഫ് ദിസ് ഇൻറ്റു this distance square. അതുപോലെ IG2 പ്ലസ് ഏരിയ ഓഫ് ദിസ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, സോ അതേപോലെ ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി വാല്യൂ ഫോർ IY. സോ IY വരാൻ നേരത്ത് ദിസ് ഇസ് ഓക്കെ ഇതിൽ ഫസ്റ്റ് ദിസ് വൺ. സോ ഇതെന്ത് എത്രയായിരിക്കും, DB³/12 എന്ന് വരും, റൈറ്റ്. സോ D ഇൻറ്റു B³/12, അതായത് നമ്മൾ Y ആക്സിസ് ഇങ്ങനെയാണ് എടുക്കുന്നത്. സോ ഈ ആക്സിസ് ആണെങ്കിൽ ആക്സിസിന് പാരലായിട്ടുള്ള പോർഷൻ അതേപോലെ എടുക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോർഷൻ്റെ ക്യൂബ് എടുക്കുക. ഓക്കെ, സോ ഇയർ 2 ഇൻറ്റു 10³/12. ഓക്കെ, ഇനി ഈ ഇപ്പോൾ ഈ ഏരിയ എന്തോ 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് 5,
അതായത് y ആക്സിസും g1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ d into bq/12 plus area into that distance square plus സെക്കൻഡ് ആക്സിസ് g2 ആക്സിസ് ആണ്. സോ g2 ആക്സിസ് എന്ന് പറയുമ്പോൾ IG2 കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ആക്സിസ്. സോ IG2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് എത്രയാണ്? 8. സോ 8 into 2 cube. സോ 8 into 2 cube by 12 പ്ലസ് ഇതിൻ്റെ ഏരിയ A2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1. So 8 into 2 cube by 12 plus 16 into 1 square. So that is how we get the value for Ix and Iy. So ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ആക്സിസ്, ഓരോ ഇൻഡിവിജ്വൽ ഏരിയാസിൽ ഇൻഡിവിജ്വൽ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസസ് അതിൻ്റെ ഏരിയ വെച്ച് റെസ്പെക്റ്റീവ് ഏരിയാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കാൻ നേരത്ത് വി ഗെറ്റ് ദി വാല്യൂ ഫോർ Ix ആൻഡ് Iy. ക്ലിയർ അല്ലേ? അതായത് എക്സ് ആക്സിസിന് അതായത് നമ്മളിപ്പോൾ എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസിന് എത്ര പാരലായിട്ടുള്ള എത്ര ആക്സിസ് ഉണ്ടോ, ഈവൺ 1 2 3 അങ്ങനെ എത്ര ആക്സിസ് ഉണ്ടെങ്കിലും, സോ 1 2 3 ഇങ്ങനെ എത്ര സെൻട്രോയിഡൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ ഇൻറ്റു IG1 പ്ലസ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് h1 സ്ക്വയർ. അതുപോലെ IG2 ആണെങ്കിൽ IG2 പ്ലസ് A2 ഇൻറ്റു h2 സ്ക്വയർ. സോ ദിസ് ഇസ് h2. അതേപോലെ ഇതാണെങ്കിൽ h3 സ്ക്വയർ. അപ്പോൾ എത്ര പാരലൽ ആക്സിസ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് IG പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ സമ്മായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Ix. സിമിലർലി Iy ആണെങ്കിൽ ഇങ്ങനെ എടുക്കുക. സോ ദിസ് ഇസ് Iy ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് പാരലായിട്ട് എത്ര ആക്സിസ് ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഏരിയ വെച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിൻ്റെ റെസ്പെക്റ്റീവ് ഏരിയാസ്. അങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് Iy.